ആദാം ഏദൻ തോട്ടത്തിൽ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ പഴം തിന്നരുതേ, തിന്നുന്ന നാളിൽ മരിക്കും. അന്നേരം അവൻ ആഹാരത്തിന് വേണ്ടിയാണ് ചെന്നത്. അന്നേരം അവിടെ തമ്പുരാന് നാസത്തിൻ്റെ വഴിയിലേക്ക് പോയി. അതായത് ഏശാവ് യാക്കോബിൻ്റെ അരിക്ക് ഒരു തവി പായസത്തിന് വേണ്ടി 30 മാസം എഴുതി കൊടുത്തു, ആഹാരത്തിന് വേണ്ടിയാണ്. അതായത് യാക്കോബിൻ്റെ കാട്ടിറച്ചി അപ്പന് കൊണ്ട് കൊടുത്തിട്ട് അവകാശം മേടിച്ചു, അതും ആഹാരത്തിൻ്റെ പേരില്ല. അതായത് നമ്മളെല്ലാവരും ചിന്തിക്കുന്നവർ ആഹാരത്തിന് വേണ്ടി മനുഷ്യൻ മരിക്കാൻ നടക്കും. അവസാനം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ആഹാരം കഴിക്കാൻ പറ്റുന്ന ഷുഗറും പ്രഷറും കൊഴുപ്പും എല്ലാം പിന്നെ കണ്ടുകൊണ്ടിരിക്കാനേ പറ്റും. അന്നേരം ഒന്നും ആഹാരം കഴിക്കാൻ പറ്റുന്ന, ആഹാരം ഇല്ലാതെ വരുമ്പോൾ ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന ആഹാരം ഇടിച്ചു കയറുക ജനം. ഈ ആഹാരത്തിന് ഒട്ടച്ചാൻ വയറിന് വേണ്ടി കിടന്ന് ഈ അഭ്യാസം മൊത്തം കാണിക്കുന്നു. നമ്മൾ ഈ ബൈബിളിൽ മൊത്തം അങ്ങനെ നോക്കുമ്പോഴെല്ലാം കാണുന്നത്. നേരം തലയോളം അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വചനം കൊണ്ടും ജീവിക്കുന്നതെന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞേക്കുന്നത് അതാ, യേശു മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു. ഇന്നുത്തരം പറഞ്ഞു. പിന്നെ ആ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിൻ്റെ സകല രാജ്യങ്ങളും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു കൊടുത്തു. ഈ അധികാരമൊക്കെയും അവൻ്റെ മഹത്വവും നിനക്ക് തരാം. അത് എങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിൻ്റേതാകും എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിക്കുക, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നമ്മൾ അങ്ങനെയാണോ ചെയ്യുന്നത്? നമ്മൾ ആരെങ്കിലും ഒരാൾ 10 ലക്ഷം രൂപ വരാമെന്നുണ്ടെങ്കിൽ ഉടനെ എന്ത് വേണമെങ്കിലും ചെയ്യും. എടുത്ത് ചാടണോ, അല്ലെ അവനെ അടിക്കണോ, അല്ലെ കുത്തണോ, വെട്ടണോ, എല്ലാം അവൻ്റെ കയ്യിലാണ് ഉള്ളതാണ്. ആ കുത്തും വെട്ടും എല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മളെ തമ്പുരാനെ നോക്കുമ്പോൾ അതൊന്നും അല്ല തമ്പുരാൻ പറഞ്ഞത്. തമ്പുരാൻ ഇത് മൊത്തം അവൻ്റെ മൊത്തം രാജ്യം അവൻ്റെയാണെന്നാണ് സാത്താൻ പറയുന്നത്. നീ എന്നെ നമസ്കരിച്ചാൽ മാത്രം മതി. അന്ന് നമസ്കരിക്കുന്നുണ്ട്. നമ്മളന്ന് എത്ര വട്ടം നമസ്കരിക്കണം? ഏത് വട്ടം വേണമെങ്കിൽ നമസ്കരിക്കാൻ തയ്യാറാണ്, എവിടെ വേണമെങ്കിലും. ഇനിയും മേളിൽ നല്ല താഴെ ഈ പണത്തിന് വേണ്ടി മാത്രമല്ല ഈ യുദ്ധങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഈ അടിയും പിടി എല്ലാം അവനവൻ്റെ ഇതിനു വേണ്ടി മാത്രമാണ് ഈ അടിയും പിടി ഉണ്ടാകുന്നത്. സ്വാർത്ഥത എന്ന ബന്ധനം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഈ സ്വാർത്ഥത കഴിഞ്ഞിട്ട് വേണം നമുക്ക് ദൈവത്തെ അറിയാം. നമ്മുടെ കാര്യം, സ്വന്തം കാര്യം ചിന്താവ എന്ന് പറയുന്നത് എവിടെ ആയാലും നോക്കിക്കോ. പള്ളിയിലായാലും ഇരിപ്പിടം വേണം. മുന്നത്തിന്ന് കഴിഞ്ഞാൽ ആദ്യം എനിക്ക് ആഹാരം കഴിക്കണം, പിന്നെ ഓടണം. ആദ്യം നീ തിന്നുന്നവന് കിട്ടാൻ തരുതി, കിടന്നവൻ ആഹാരം കിട്ടിയവൻ ഉറങ്ങാൻ തരുതി. എന്നാലും ഇങ്ങനെ എല്ലാം സ്വാർത്ഥത ഓടുന്നത്. ജീവിതത്തിൻ്റെ മുന്നിൽ സ്വാർത്ഥമില്ലാത്ത ഒരു മനുഷ്യനെ പറ. എനിക്ക് ആഹാരം വേണ്ട എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? അതായത് നമ്മൾ ചിന്തിക്കുന്നതിന് കൂട്ടമല്ല. കാരണം നോക്കി, ആദാം ഏദൻ തോട്ടത്തിൽ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്ന ആൾ മരിക്കുമെന്ന് പറഞ്ഞാൽ തമ്പുരാൻ ആഹാരത്തിന് വേണ്ടി അവൻ അടിയുണ്ടായ. അതായത് നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും തമ്പുരാൻ പറഞ്ഞു നേരെ നിന്ന് അവനോട് കാണിച്ചു. ഇത് അധികാരമൊക്കെ അതിൻ്റെ മഹത്വവും നിനക്ക് തരാം. അത് എങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവർക്ക് അതിനും അവനൊന്ന് നമസ്കരിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. യേശുമ്പരാൻ പറയുന്നുണ്ട്, ഏൽപ്പിച്ചിരിക്കുക, എനിക്ക് മനസ്സുള്ളവർക്കെല്ലാം ഞാൻ കൊടുക്കുന്നെങ്കിലും അവനോട് പറഞ്ഞു. യേശു അവനോട്, ദൈവമായ കർത്താവിനെ നമസ്കരിച്ചത് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പൂർണ്ണ ഇതത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവിനും പൂർണ്ണ ശക്തിയോടും നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. കറക്റ്റായിട്ട് ഉത്തരവ് തമ്പുരാൻ പറഞ്ഞത്. നിന്റെ ദൈവമായ കർത്താവിനെ അല്ല വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അന്നേരം നീ ശക്തമായി എന്നെ നമസ്കരിച്ച്. അന്നേരം തമ്പുരാൻ പറഞ്ഞത് ആ ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ മേൽ നിർത്തിക്കൊണ്ടാണ് പറഞ്ഞത്. തമ്പുരാൻ എന്താ പറഞ്ഞത്? തമ്പുരാനും ദൈവമായ തമ്പുരാൻ പിതാവായ ദൈവത്തിനെ തള്ളി പറയാൻ പറ്റിയില്ല. നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ലക്ഷങ്ങൾ കിട്ടണേ ഒരു ഇതാക്കാൻ ഞാൻ പോകത്തില്ല കേട്ടോ. എനിക്കിനി എന്തോ തരാമെന്ന് പറഞ്ഞാലും ദൈവത്തെ വിട്ട് ഒരു കളി ഞാൻ കളിക്കത്തില്ല. ഇനി എത്ര കോടികൾ എനിക്ക് ഉണ്ടാക്കണമെന്ന് ഇഷ്ടംപോലെ ഉണ്ടാക്കാനും എൻ്റെ കൂടെ ബന്ധുസാരം അവരെല്ലാം എന്നെ വന്ന് വിളിച്ചാൽ ഇപ്പോഴും വിളിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പോകാത്ത എന്തറിയാമോ? എൻ്റെ ഈ പള്ളിയിൽ എൻ്റെ കൂടെ ഇവിടെ നിന്ന് ദൈവത്തെ വിളിച്ചാൽ മതി. കാര്യം മറ്റേതൊക്കെ കഷ്ടങ്ങളും നഷ്ടങ്ങളും നമുക്കുണ്ടാവും. ആ നഷ്ടങ്ങളൊക്കെ സ്വീകരിക്കാനുള്ള, ഇപ്പോൾ അവിടെ പോയാലും പ്രശ്നങ്ങളുണ്ടാവത്തില്ലേ? അന്നേരം അത് ഇവിടെ നിന്നുകൊണ്ട് എല്ലാം സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവം തമ്പുരാൻ സന്നദ്ധയിലെത്തും. നാളെ 100% ശരിയാണെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ. നമ്മൾ നിൽക്കുന്ന വേദിയിൽ നല്ലോണം ദൈവത്തെ മുറുകെ പിടിച്ചാൽ എല്ലാം കിട്ടും. ചോദിപ്പീൻ നിങ്ങൾക്ക് നൽകും, അന്വേഷിപ്പീൻ കണ്ടെത്തും, യാചിക്കുന്ന ഏവനും കിട്ടുമെന്നാണ് പറയുന്നത്. എന്നാൽ നമ്മൾ അന്വേഷിക്കാതെ അവിടെ പോയിട്ട് വല്ല കഥയുണ്ടോ? നമ്മൾ ദൈവപുത്രനൊന്നും ആവാൻ നമ്മളെക്കൊണ്ട് പറ്റത്തില്ല. മനുഷ്യനാണോ ബലഹീനതയുണ്ട്. ദൈവത്തമ്പുരാനും പറയാൻ ജീവിക്കണമെങ്കിൽ ഒത്തിരി പാടാണ്. സകലം വിട്ടെറിഞ്ഞൊക്കെ ഒരു മനുഷ്യന് മൂടാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അഗ്നിയരക്കിടയാവുന്ന തമ്പുരാൻ പറഞ്ഞു. എങ്കിലും നമ്മൾ സ്വർഗ്ഗരാജ്യത്തിൽ കയറണമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. നമ്മുടെ പ്രവൃത്തി മൂലം തമ്പുരാൻ അന്ന് ആ കനിവ് വല്ലതും കിട്ടി നമ്മൾ സ്വർഗ്ഗരാജ്യത്തിൽ കയറി. അല്ല, ചിലവർ പറയും സ്വർഗ്ഗരാജ്യം ഞങ്ങളുടെ കൂടെ ഞങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ പോകുന്നൊന്നും പറഞ്ഞിട്ട് കഥയില്ല. അവിടെ ചെന്ന് കണ്ടാൽ മതി സ്വർഗ്ഗരാജ്യത്തിൽ കയറണമെന്നുള്ളത്. നമ്മൾ പറയുന്ന കാര്യങ്ങളല്ല തമ്പുരാൻ പറയുന്നത്.
എഴുതിയിരിക്കുന്നു. അന്നേരം മൂന്നാമത് ഉത്തരം പറഞ്ഞു, പിന്നെ അവനെ എഫ്രൈമിൽ കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിനകരത്തിന് മേൽ നിർത്തി അവനോട്, ദൈവപുത്രനെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് ചാടുക. അടുത്ത മേലെ അകത്തേക്കുന്നത് താഴോട്ട് ചാടാൻ പോകും. നിന്നെ കാപ്പാൻ തൻ്റെ ദൂതന്മാരോട് നിന്നെക്കുറിച്ച് കൽപ്പിക്കുകയും നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വേണം അവർ നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കും. അന്നേരം ദൈവം തമ്പുരാനെ ആശ്രയിച്ച ഒരു വ്യക്തിക്ക് ഇതെല്ലാം കിട്ടും. അവനെന്ത് ഉപവസിക്കുമ്പോൾ തന്നെ ഭയങ്കര പ്രശ്നം, പ്രലോഭനങ്ങളാണ്, ഭയങ്കര പ്രശ്നം. 40 ദിവസമൊക്കെ വെള്ളം മാത്രം കുടിച്ചാൽ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ഇരുന്നിട്ടോ നമുക്കറിയാം. അതുകൊണ്ട് അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങളല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ആരാകണേ. അത് ഉപവസിക്കുന്നത് നല്ലതാണ്. ദൈവത്തോട് സഹവാസം ചെയ്യുന്നതാണ് ഉപവാസം എന്ന് പറയുന്നത്. നമ്മുടെ കൊഴുപ്പൊക്കെ മാറി കഴുകൻ ചെയ്യും. കഴുകൻ മലകളുടെ മുകളിൽ ഏറ്റവും ആരും എത്താത്ത വലിയ മലമുകളിൽ കയറിയിരുന്ന് കഴുകൻ ഇങ്ങനെ ഉപവസിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഉപവസിച്ച് ആ സ്വന്തം ചുണ്ടുകൊണ്ട് ഇത് മൊത്തം വലിച്ചു പറിച്ചിട്ട് ആ കൊച്ചു പിള്ളേരുടെ കൂട്ടാവാൻ വേണ്ടി അവൻ ഒത്തിരി ഒതുങ്ങും. ഒന്നുമില്ല, ആഹാരമൊന്നുമില്ല. സാധനം ഈ വരുന്നവരെല്ലാം നമ്മുടെ രോഗികളെ കാണാൻ വരുന്ന ഒരു മാംസം കൊണ്ടാണ് വരുന്നത്. വന്നു കഴിയുമ്പോൾ ഇത് തിന്ന് തൃപ്തനായി വലുതായി പുതിയ പുതുക്കം പ്രാപിക്കും. അന്നേരം ആഹാരമൊക്കെ തിന്ന് നല്ല എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു ഉപവാസം എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഒരുക്കവും ചുറ്റോടുകൂടി നല്ല കൃപ കിട്ടുന്നത്. നല്ല ശരീരത്ത് ഈ ആവശ്യമില്ലാത്ത കൊഴുപ്പുകളും നെയ്കളും ഉരുക്കി മാറ്റി നല്ല ശരീരത്തിൻ്റെ ഒരു എനർജി ഉണ്ടാകും. ദൈവത്തോട് സഹവസിക്കാൻ പറ്റും. നമ്മൾ ആരോഗ്യമുള്ളവരെ കൊണ്ട് ചെയ്യാൻ പറ്റൂ. അനേക ദിവസങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമേ ഇത് ഉപവസിക്കാനും പറ്റൂ. എന്നാൽ നമ്മൾ ദൈവത്തെ പോലും നമുക്ക് ആവാൻ പറ്റാതെ എങ്കിലും നമുക്ക് ഉപവസിക്കാൻ പറ്റും. ഉപവാസം ദൈവത്തോട് സഹവസിക്കുവാണെന്നുള്ളതാണ്. അന്നേരം തമ്പുരാൻ പറഞ്ഞ എന്താ, അന്നേരം ഇപ്പോൾ സാത്താൻ ഇപ്പോഴും നമ്മളെ വിടത്തില്ല. വിടുവോ? സാത്താൻ എപ്പോഴും നമ്മളെ പുറകെ നടന്നുകൊണ്ടിരിക്കും. നമ്മൾ ദൈവത്തെ അടുക്കുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം. ഉറക്കം, ക്ഷീണം, തളർച്ച. എങ്കിലും രാവിലെ ഞാൻ എന്തിച്ച് പ്രാർത്ഥിക്കാൻ തന്നു കഴിഞ്ഞാൽ ഉറങ്ങി നേരത്തെ, എന്നാലും ഞാൻ ആ കറക്റ്റ് ടൈമിൽ എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇനി ഏത് ദിവസം എത്ര സമയമായാലും നീച്ച് ഞാൻ പോകാറുള്ളൂ. അതായത് നമ്മൾ ദൈവത്തിന് മുന്നിൽ അതാ പറഞ്ഞ് മരുഭൂമിയിൽ നടന്ന പിശാചിനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്ന ആ ദിവസങ്ങളൊന്നും തമ്പുരാൻ ഭക്ഷിച്ചില്ലെന്നാണ് പറഞ്ഞത്. പരീക്ഷിച്ച് നോക്കുക. തമ്പുരാൻ ആഹാരം കൊടുക്കും, വിശപ്പ് കൊടുക്കും, നല്ല മാംസം നമ്മളെ തരും, അത് തിന്നണമെന്ന് തോന്നും, എല്ലാം തോന്നും. അന്നേരം ഇല്ലാത്ത എല്ലാ പാപങ്ങളിൽ നിന്നും നമുക്ക് തമ്പുരാൻ കാണിച്ചു. ഈ ഫാത്ത നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കും. അന്ന് നടക്കാത്ത നല്ല കാര്യങ്ങൾ, അന്ന് ഒരിക്കലും നടക്കാത്ത പല കാര്യങ്ങളും നമ്മളടിക്ക് വിളിച്ച് നീട്ടും. അതൊക്കെ എടുത്ത് മാറ്റി തമ്പുരാൻ്റെ ഫലത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. നല്ലവനായ സ്വർഗ്ഗ പിതാവേ, ഈ പകൽ വേലയ്ക്കായി നന്ദി പറയുന്ന കർത്താവേ, ഒരിക്കലും പോലും മാനസാന്തരമേ കഷ്ടങ്ങളും പ്രയാസങ്ങളും നടുവിൽ നിൽക്കുമ്പോൾ കർത്താവേ, അതിനുപരിയായിട്ട് ഞങ്ങൾക്ക് ആഹാരം തന്നേ, വസ്ത്രം തന്നേ, തീറ്റിപ്പോറ്റിയ കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവേ. പിതാവേ, ഒരുത്തൻ പോലും നഷ്ടപ്പെടരുത് കർത്താവേ. ഈ കേൾക്കുന്നവർ അനേകൽ കൂടി 2000 പേര് ദിവസം കേൾക്കുവാൻ എല്ലാ കെട്ടുകളും ബന്ധനങ്ങളും അയ്യപ്പെട്ടിട്ട് കർത്താവേ, അന്ധകാരസത്തിലെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, തക്ക സമയത്ത് നീ പ്രവർത്തിക്കണം കർത്താവേ. നീ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ കർത്താവേ, ഇന്ന് പാവത്തിൻ്റെ നടുവിൽ കുഴിയിൽക്കൊള്ളാമെന്ന് മനുഷ്യൻ നടക്കുന്ന കർത്താവേ, എല്ലാ അന്ധകാരസത്തിലെയും പിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. രോഗിയായവരെ ഓരോരുത്തരെയും നിൻ്റെ കരങ്ങൾ തരുന്നു. രോഗിയായവർ കിടക്കുന്നവർ, ആരോരുമില്ലാത്തവന്, അനാഥര്, വൃദ്ധമന്ദിരത്തിൽ കിടക്കുന്നവർ, പിതാവേ, പൈസ ഉണ്ടെങ്കിലായിട്ടും ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നിവർത്തിയില്ലാതെ ബാങ്കിൽ മാത്രം സൂക്ഷിച്ചുകൊണ്ട് കിടക്കുന്നവരുണ്ടല്ലോ കർത്താവേ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർ, മാതാപിതാക്കളെ ദൈവമേ അനാഥാലയത്തിൽ വിടുന്നവർ, ഇവർക്കൊരു മാനസാന്തരം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ, ഒരു മാതാപിതാക്കളെ നോക്കുന്ന ഒരു ബിസിനസ്സായി നടക്കുന്നവർ അനേകരുണ്ടല്ലോ കർത്താവേ. മക്കൾ ദൈവമേ മാതാപിതാക്കളെ വിടാതെ സ്വന്തം മക്കളെ മാതാപിതാക്കളെ സ്നേഹിച്ച് വളർത്തുവാൻ, പോറ്റുവാൻ, അവരുടെ കൂടെ ജീവിപ്പാൻ വരെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. യുവാപ്രായത്തിൽ യുവാക്കളുണ്ടല്ലോ കർത്താവേ. ദൈവമേ, ആരോരുമില്ലാത്തവർ, മദ്യപാനം, കഞ്ചാവ്, മയക്കുമരുന്നിൽ വിട്ട് അതിൻ്റെ വീഴുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. സമാധാനമില്ല, സന്തോഷമില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ, ഞാൻ നിങ്ങൾക്ക് സമാധാനം ലോകം തരുന്നവരെ തമ്മിൽ സ്നേഹിക്കണമെന്ന് പറഞ്ഞ കർത്താവേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇറങ്ങണം. യേശുവിൻ്റെ രക്തത്താൽ കഴിവ്, യേശു നാമത്തിൽ തന്നെ ആമേൻ.